എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ നമ്മളെ എല്ലാവരും നേരത്തെ ഒരു ന്യൂസ് കേട്ടതാണ്. ഞാൻ ഇച്ചിരി വൈകിപ്പോയി അതിനെ കുറിച്ച് പറയാൻ വേണ്ടി. നമ്മളെ കണ്ണൂർ നടന്ന ഒരു സംഭവമുണ്ട്, അതായത് തെയ്യം. അതായത് തെയ്യം കിട്ടുന്ന ആള് വന്ന് ഈ പറയുന്ന കുട്ടികളെയൊക്കെ പീഡിപ്പിച്ച്, അപ്പം അവിടെ എന്താ പറയുക, പെട്ടെന്ന് നിന്ന രോഷം കൊണ്ട ഈ പറയുന്ന ഇല്ലെങ്കിൽ അവിടെയുള്ള ഭക്തജനങ്ങൾ തെയ്യത്തെ തല്ലി. ചില ആൾക്കാർ പറയുന്നത് അത് അങ്ങനെ തല്ലുമ്പോൾ അത് ദോഷമാണ്, ഈശ്വരനെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചില ആൾക്കാർ അതിനെ തല്ലി. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. തെയ്യം, ഈ പറയുന്ന തെയ്യം ആയാലും ഈ പറയുന്ന ക്ഷേത്രത്തിലുള്ള ആ രീതിയിലുള്ള കലാരൂപങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭക്തിയോടുകൂടിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന് ചെയ്യുന്ന ആചാര്യന്മാർ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്രതശുദ്ധിയോടുകൂടിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു കലാരൂപം വന്ന് കുട്ടികളെ വന്ന് പേടിപ്പിക്കുന്നത്, പക്ഷെ ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. കാരണം കുട്ടികളുടെ മനസ്സ് നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു ചെറിയൊരു തന്നെ അവർക്ക് പെട്ടെന്ന് പേടി തട്ടി. അപ്പൊ പെട്ടെന്ന് ആ ഒരു രൂപം കാണുമ്പോൾ കുട്ടികൾ ഇപ്പൊ പുറകോട്ട് മാറും, അവർ ഉരുണ്ട് വീഴും. അപ്പം ഉരുണ്ട് വീഴുന്ന ആഘാതത്തിൽ ചിലപ്പോൾ അവരുടെ തലയോ കാര്യങ്ങളും മുട്ടി എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും? ഇപ്പൊ വലിയ ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരാള് വേഷം കിട്ടിയുമ്പോൾ അവർക്കറിയാം, അവരത് ചിലപ്പോൾ ഭക്തിയോടെ കൂടെ ചിലപ്പോൾ കാണും, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഇങ്ങനെ മാറി നിൽക്കും. പക്ഷെ കൊച്ചു കുട്ടികളോട് ആകുമ്പോഴത്തേക്ക് നാട്ടുകാർ ഈ പറയുന്ന പോലെ ഭക്തജനങ്ങൾ രോഷമുണ്ടെങ്കിൽ യാതൊരു തെറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ചില ആൾക്കാർ തന്നെ ദോഷം വന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കലാരൂപത്തെ കുറച്ച് ആൾക്കാർ കയറി നശിപ്പിക്കുവാണ്. കാരണം ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ദ്രോഹമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില ആൾക്കാർ പൂജ പഠിക്കും, പതുക്കെ വെച്ച് പൂജ പഠിച്ചിട്ട് പല ക്ഷേത്രങ്ങളിൽ ഞാൻ തന്ത്രിയാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ ഭക്തജനങ്ങളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഒരു ക്ഷേത്രത്തിൽ എഴുതി കൊടുക്കുക, അവിടുത്തെ തിരുമേനി ആ ഒരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കറക്റ്റായിട്ട് ചെയ്യത്തില്ല. അതിന് യാതൊരു, ഞാൻ ഉറപ്പ് പറയുന്നത്, ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ ചെയ്യാത്തവരുണ്ട്. അവർക്ക് ഭാഗ്യസുക്തം എന്താണെന്ന് അറിയത്തില്ല. അവർ ഈ സൂക്തം എന്താണ് പറയുക, 2 സൂക്തം ചെയ്തിട്ട് പൂവ് എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് ഇടും, എന്നിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ അവന്റെ സ്വഭാവം മാറും. ആ ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. കാരണം ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ല, പകുതിക്ക് വെച്ച് ചില ആൾക്കാർ പൂജ പഠിക്കും, പൂജ പഠിച്ചു കഴിഞ്ഞിട്ട് അവർ തന്ത്രിയാണ്, ഇല്ലെങ്കിൽ അവർ ഈ പറയുന്ന പോലെ ക്ഷേത്രത്തിലെ വലിയ ഭരണാധികാരിയാണെന്ന് പറഞ്ഞ് ഭാവിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്താലും ഈശ്വരൻ കണ്ടോണ്ടിരിക്കണം, ഈശ്വരന് മുമ്പിലാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കണ്ടിട്ടില്ല, ചില ആൾക്കാരൊക്കെ പൂജ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ മേടിക്കും. അപ്പൊ അവരുടെ കാര്യം നടത്തി കൊടുക്കത്തില്ല. നടത്തി കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക് ഫോം വിളിക്കുമ്പോൾ അവരെടുക്കത്തില്ല. നമ്മൾ ഈ പറയാൻ കണ്ടിട്ടില്ല, ചില ഇല്ലങ്ങളൊക്കെ ക്ഷയിച്ചു പോകുന്നു, ഇല്ലെങ്കിൽ സന്തതി പരമ്പരകൾക്ക് അനുഭവങ്ങളും ദോഷങ്ങളും ഒക്കെ വരുന്നത്. അതൊക്കെ ഈ പറയുന്ന പോലെ അവരുടെ കയ്യിൽ നിന്ന് ഓവറായിട്ട് കാശ് മേടിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത്. നമ്മൾ ആരെന്ത് ചെയ്താലും ഈശ്വരൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ഈ പറയുന്ന തെയ്യം എന്ന് പറയുന്ന ഒരു കളയാട്ടം, ഇല്ലെങ്കിൽ കണ്ണൂർ നടന്ന ഒരു കലാരൂപത്തെ കുറച്ച് ആളുകൾ ചേർന്ന് അത് ഇല്ലാതാക്കാനുള്ള ഇതാണ്. അത് ആ കെട്ടിയ, എനിക്ക് തോന്നുന്നു അതൊരു വൃതവും കാര്യങ്ങളൊക്കെ പിടിക്കാത്ത ഒരു വ്യക്തി ആയിരിക്കണം. കാരണം കുട്ടികളെയൊക്കെ ഇങ്ങനെ പീഡിപ്പിക്കുന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. അത് മറ്റുള്ളവർക്ക് കൂടുതൽ കളിയാക്കാനൊക്കെ വരും. പോരാത്തതിന് ഈ പറയുന്ന ആചാരങ്ങളൊക്കെ എല്ലാവർക്കും ഒരു പുച്ഛമായിട്ട് തോന്നുന്നു. ആ ഒരു ആചാരം ആചാരത്തിന്റെ രീതിയിൽ തന്നെ നടക്കുക. ഇപ്പൊ ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ ഭയപ്പെടുത്താതിരിക്കുക. അവിടെ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും മറ്റുള്ള രീതിയിൽ തന്നെ നല്ല രീതികളോട് തന്നെ ഈ ഒരു കലാരൂപങ്ങൾ മുന്നോട്ട് പോകണം. ഈ കലയെ ആശ്രയിക്കുന്ന, ഈ ഒരു കല ഭക്തിപൂർവ്വം കാണുന്ന ഒത്തിരി ഭക്തജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കലാരൂപങ്ങളുള്ളത്. ആ ഒരു കലാരൂപങ്ങളെ നശിപ്പിക്കാതെ നല്ല രീതിയിൽ വ്രതത്തോടു കൂടിയും ഭക്തിയോടുകൂടി ബഹുമാനിച്ച് നമുക്ക് എപ്പോഴും പരിസരവാസികളുടെയും ഭക്തങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ പീഡിപ്പിക്കാതെ മുതിർന്നവരെയും പ്രായമുള്ളവരുടെ അടുത്തൊക്കെ ഓടി കിടക്കുക, ഇല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചടങ്ങുകളൊക്കെ ഒന്ന് ആചാരങ്ങൾ, അങ്ങനെ ഒരു ആചാരമില്ല ഈ പ്രായമുള്ളവരെ പീഡിപ്പിക്കുന്നത്, ഇല്ലെങ്കിൽ ഈ പറയുന്നവരെ മരത്തെ വലിഞ്ഞു കയറുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കരുത്. ആചാരം ആചാരത്തിന്റെ രീതിയിൽ തന്നെ പോവുക. അപ്പം ഞാൻ പറയുന്ന എത്രത്തോളം ഈ വീഡിയോ സത്യം ഉണ്ടെന്ന് ഇത് കണ്ട് നിൽക്കുന്ന പ്രേക്ഷകർക്ക്, അപ്പൊ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.